250 ഇഞ്ച് വണ്ണം, 70 അടി നീളം, 300 വർഷത്തോളം പ്രായം. ഈരാറ്റുപേട്ടയിലെ ഭീമൻ ആഞ്ഞിലിമരം ഓർമ്മയാകുന്നു. ഈരാറ്റുപേട്ട നടക്കൽ കൊട്ടുകാപ്പള്ളിൽ പരേതനായ കുന്നൂസ് പുരയിടത്തിൽ നിൽക്കുന്ന വലിയ ആഞ്ഞിലിമരത്തിനാണ് കോടാലി വീഴുന്നത്. തിരുവനന്തപുരം ആര്യനാട് AN ടിമ്പേഴ്സ് ഉടമ നൗഷാദാണ് ഭീമൻ ആഞ്ഞിലിമരം വിലയ്ക്കെടുത്തത്. ആഞ്ഞിലിമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റുന്ന പണികൾ രാവിലെ തന്നെ തൊഴിലാളികൾ ആരംഭിച്ചു. നാളെയോടെ മരം പൂർണ്ണമായി വെട്ടിമാറ്റുമെന്ന് നൗഷാദ് ഈരാറ്റുപേട്ട വാർത്തയോട് പറഞ്ഞു. മരം വെട്ടുന്നത് കാണാൻ നിരവധി നാട്ടുകാരാണ് സ്ഥലത്ത് എത്തുന്നത്. മരവുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കുന്നൂസ് മകൻ ഔസേപ്പും പ്രദേശവാസികളും. സാധാരണ എല്ലാവരും ഫോട്ടോ എടുത്തൊക്കെ വെക്കുന്നു. ഇനി ആർക്കും ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റില്ല. എങ്ങനെയാ നിങ്ങളുടെ ഒരു ബാല്യകാല ഓർമ്മകൾ എങ്ങനെയാ? അത് എനിക്ക് ഓർമ്മ ഉള്ളപ്പോൾ തൊട്ട് ഇത് ഇങ്ങനെയുണ്ട്, ഒരു മാറ്റവും ഇല്ലാതെ. പിന്നെ അച്ഛയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ. പക്ഷേ അത് പിന്നെ അസുഖം വന്നു. പിന്നെ നമ്മൾ സുഖചികിത്സയൊക്കെ നടത്താൻ നോക്കി. പക്ഷെ പിന്നെയും അവിടെ മുകളിൽ മൊത്തത്തിൽ ക്ഷീണമൊക്കെ ആയപ്പോഴാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. കാരണം നമ്മൾ കണ്ട് ഓർമ്മയിലുള്ള സാധനമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പിന്നെയും മോശമായി മാറുന്നതുകൊണ്ട് കൊടുത്ത. നാട്ടിൽ നല്ല ഒരു മരമുത്തശ്ശിനെയാണ് ഇവിടെ മുറിക്കുന്നത്. നാടിൻ്റെ ഒരു പൈതൃകം തന്നെയാണ് അത്. മുറിക്കുന്നതിലൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുപ്പം തൊട്ടുള്ള ഒരു മരമാണത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ മരമാണിത്. ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും കിട്ടിയ മരങ്ങളാണ്. ഇത് വെട്ടിക്കളയുന്നതിൽ വളരെ വിഷമമാണ്. കുഞ്ഞിലേ മുതൽ കണ്ടാണ്. ഇവിടുന്ന് ഒരുപാട് തേനൊക്കെ ഇവിടുന്ന് എടുത്ത് ഇവർ തന്നിട്ടുണ്ട്. തേനൊക്കെ കുടിച്ചിട്ടുണ്ട്. വെട്ടുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ചെറുപ്പത്തിൽ ഈ മരത്തിന് ഈ വലിപ്പത്തിൻ്റെ ഇത് തരുന്നത് എനിക്ക് പോയ സമ്മതമായി. എൻ്റെ ചെറുപ്പത്തിൽ ഈ മരത്തിന് എൻ്റെ ഓർമ്മയിൽ ഈ മുഴുപ്പുണ്ട്. പണ്ട് കാലം മുതൽ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അറിയാവുന്ന ഒരു ആഞ്ഞിലിമരമാണിത്. ഈരാറ്റുപേട്ടയിലുള്ള എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ആഞ്ഞിലിമരമാണിത്. പിന്നെ ചെറുപ്പകാലത്ത് കൊട്ടുകാപ്പള്ളിയിൽ മാങ്ങ പറക്കാനും എല്ലാം പോയിക്കൊണ്ടിരുന്ന ഈ ആഞ്ഞിലിയുടെ സമീപത്തുള്ള ഒരു മാവിൻ ചുവട്ടിലായിരുന്നു. നല്ലതുപോലെ അറിയാവുന്ന ഒരു മാവാണിത്. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ കൊട്ടുകാപ്പള്ളി പ്രദേശത്തിൻ്റെ ഒരു ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ ആഞ്ഞിലിമരം. വെട്ടുന്നതിൽ വളരെ സങ്കടമുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു പര്യവസാനം ഉണ്ടല്ലോ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മരം മുറിക്കുന്നതോടുകൂടി നമ്മുടെ ഈ കൊട്ടുകാപ്പള്ളി എന്ന് പറയുന്ന നാട്ടിൻപുറത്തിൻ്റെ ഒരു പൈതൃകമാണ് നഷ്ടപ്പെടുന്നത്. ആളുകളോടെല്ലാം പറയുമ്പോൾ നമ്മുടെ വലിയ ആഞ്ഞിലിയുടെ അടുത്തുള്ള വീട് അല്ലെങ്കിൽ സമീപ പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. ചെറുപ്പം മുതലേ കണ്ടുവരുന്നൊരു മരമായിരുന്നു. കാരണം ഞാൻ എന്നു പോലും കാണാൻ തുടങ്ങിയ ഈ ഒരേ വണ്ണം തന്നെയാണ്. 6 തലമുറയ്ക്കെങ്കിലും ഈ മരത്തിനെ കുറിച്ചുള്ള കഥ പറയാനുണ്ടാവും. കാരണം 160 വർഷമുള്ള ഒരു തറവാടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അത് പണിയുന്ന സമയത്ത് സൈഡിൽ നിന്നൊരു കുഞ്ഞ് ആഞ്ഞിലിയായിരുന്നു അത്. ഞങ്ങൾ കാണുന്ന കാലം ഈ വണ്ണമൊക്കെ ഉണ്ട്. ഇത്തിരി തേനീച്ചയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണുന്നില്ല, കുറച്ചേ കാണുന്നുള്ളൂ. ഒരുപാട് മല പോലെ ഇത്തിരി കിടപ്പുണ്ടായിരുന്നു. അതൊന്നും കാണുന്നില്ല. എന്നാലും വെട്ടാൻ പോകാൻ ഇന്ന് രാവിലെയാണ് അറിയുന്നത്. എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കാണുമ്പോൾ മുതൽ ഈ മറ്റേ കൃത്യമായ ഒരു ദൂരത്ത് നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു വൈബുണ്ടായിരുന്നു. അത് ജീവിതത്തിൽ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും നടന്ന സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ മരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് കൊട്ടാപ്പള്ളിയുടെ പ്രൗഢിയായിരുന്നു ഈ തടി എന്ന് പറയും. നമ്മുടെ ഒരു ആഞ്ഞിലി നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ വൈഫിൻ്റെ വീടാണല്ലോ, അതുപോലെ ഓരോരുത്തരും വെളിയിൽ നിന്നൊക്കെ വരുന്ന ഒരാൾ നമ്മളെടുത്ത് കാണിക്കുമായിരുന്നു. ഇങ്ങനെ കണ്ട ഒരു മരം നിൽക്കുന്നത് കണ്ടോ എന്നൊക്കെ കാണിക്കുമായിരുന്നു. ഏറ്റവും ചെറുപ്പത്തിൽ ഞാനൊക്കെ 1ലും 2ലും പഠിക്കുമ്പോൾ കൊട്ടാപ്പള്ളി പുണ്യസേട്ടൻ്റെ അച്ഛൻ, പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല, പുള്ളി ഊഞ്ഞാലിട്ടുമായിരുന്നു. ഞാനൊക്കെ ഒന്ന് ഒത്തിരി ഊഞ്ഞാലാടിയ മരമാണിത്. ഓർക്കുമ്പം ഒരുപാട് നൊസ്റ്റാൾജിയ വരുന്ന മരമാണ്. മരം വെട്ടുമ്പോൾ ഒരു സങ്കടമുണ്ട്.